നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ആരോപണമെന്ന് നോക്കാം. ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് ഫണ്ട് കളക്ഷൻ നടന്നിട്ടുണ്ട്. ആ ഫണ്ടിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് നുസൂറിൻ്റെ ആരോപണം. ഈ ഫണ്ട് കളക്ഷൻ നടത്തിയത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് എന്ന പേരിലാണ്. പക്ഷേ ആ ഓഫീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും നുസൂർ ചൂണ്ടിക്കാട്ടി. പിന്നീട് വന്ന കമ്മിറ്റിയും അതേ അവസ്ഥ തന്നെ തുടരുകയായിരുന്നു. ഇതിനെപ്പറ്റി KPCC നേതൃത്വം അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നുസൂർ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ അഴിമതി നടന്നുവെന്നാണ് നുസൂർ ആരോപിക്കുന്നത്. മാത്രമല്ല, വയനാട് ഭവന നിർമ്മാണ ഫണ്ട് 2 കോടിയിലധികം പണം പിരിച്ചിട്ടുണ്ടാകാം. 1 കോടി രൂപയുടെ കണക്ക് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഈ കണക്ക് KPCC നേതൃത്വത്തിന് മുന്നിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്തുവിടണമെന്നാണ് NS നുസൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പണമൊക്കെ പുട്ടടിച്ചവർ ഇനി നേതാക്കളായി മാറുമെന്നും അത് തടയാനായാണ് ഇപ്പോൾ താൻ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതെന്നും നുസൂർ വ്യക്തമാക്കി. തിരുവനന്തപുരം DCC അധ്യക്ഷ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ആരെങ്കിലും പിടിച്ചിരുത്തണം. ഇപ്പോഴത്തെ പ്രസിഡന്റ് നെയ്യാറ്റിൻകരയിൽ വെയിലും കൊണ്ട് നടക്കുകയാണെന്നും നുസൂർ വിമർശിച്ചു. പാലക്കാട് BJPക്ക് വിജയിക്കാനായാണ് ഡീല്. അവിടെ ഇപ്പോൾ BJP വിജയിച്ചാൽ മാത്രമേ MPക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. ഞാൻ പാർട്ടി വിട്ട വിഷയം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നു. പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരെ ചേർത്ത് നിർത്താൻ ഒരു ടീമിനെ ഹൈക്കമാൻഡ് നിയോഗിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ ചിറയൻകീഴ് മത്സരിച്ച അനൂപ് NDA സ്ഥാനാർത്ഥിയായി. അരുൺ രാജ് എന്ന യൂത്ത് കോൺഗ്രസ് പോരാളി ചടയമംഗലത്ത് സ്ഥാനാർത്ഥിയായി. BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജന്റായി KC വേണുഗോപാൽ മാറിയെന്നും തിരഞ്ഞെടുപ്പിൽ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഡീൽ നടന്നുവെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് പേർ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും എല്ലാ കാലത്തും കോർപ്പറേഷനിൽ കോൺഗ്രസ് BJP ഡീൽ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞുവെന്നും നുസൂർ പറഞ്ഞു. പല വാർഡുകളിൽ UDF വോട്ട് മുൻപത്തെക്കാലം കുറഞ്ഞു. ആ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അരുവിക്കരയിൽ ശിവകുമാറിന് വേണ്ടി വഴിയൊരുക്കാൻ BJP തന്നെ ഇറങ്ങിയെന്നും നുസൂറിൻ്റെ ആരോപണം. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് നുസൂർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെതിരെ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ, അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമയത്ത് ഒരുപാട് ഫണ്ട് കളക്ഷൻ നടന്നുവെന്നും ആ ഫണ്ടിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, അതിനെക്കുറിച്ച് KPCC അന്വേഷിക്കണമെന്നതടക്കമുള്ള ആവശ്യമാണ് നുസൂർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നുസൂർ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം കൂടി അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ആരോപണങ്ങളുടെ ഗൗരവം വളരെയധികം വർദ്ധിക്കുകയാണ്. പലയിടത്തും BJPയും കോൺഗ്രസും തമ്മിലാണ് ഡീൽ എന്നതടക്കമുള്ള ഗുരുതര ആരോപണം കൂടി നുസൂർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതേസമയം ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് ഷാഫി പറമ്പിൽ MP എന്താണ് പറഞ്ഞതെന്ന് വിശദമായി നോക്കാം. രാഷ്ട്രീയത്തിലെ മേലധികാരികൾ ജനങ്ങളാണെന്ന കാര്യം ഭരണാധികാരികൾ മറക്കരുതെന്ന മുന്നറിയിപ്പുമായി ഷാഫി പറമ്പിൽ MP. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും PR വിജയനായി മാറിയിട്ടുണ്ടെന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയെ നന്നാക്കുന്നതിന് അദ്ദേഹത്തിന്റെ പരസ്യ ബോർഡ് വയ്ക്കുന്ന പണം വേണ്ടിയിരുന്നില്ല എന്നുമാണ് ഷാഫി പറമ്പിൽ വിമർശിച്ചിരിക്കുന്നത്. ഗുരുതര രൂക്ഷമായ ആരോപണങ്ങൾ, വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പേരാമ്പ്രയിലെ UDF മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന വേളയിലാണ് പിണറായി വിജയനെതിരെയും പാർട്ടിക്കെതിരെയും ഷാഫി പറമ്പിൽ MP അതിരൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. ബാലുശ്ശേരി മുതൽ പേരാമ്പ്ര വരെ വെച്ച ഫ്ലക്സിന്റെ പണം ഉണ്ടായിരുന്നുവെങ്കിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയ്ക്ക് നഷ്ടപരിഹാരം നൽകാമായിരുന്നുവെന്നാണ് ഷാഫി പറമ്പിലിന്റെ ആരോപണം. ശബരിമല സ്വർണം കെട്ടവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർക്കെതിരെ കേരളം ജനവിധി എഴുതും. പേരാമ്പ്രയിൽ 55 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടർ KG അടിയോടിയുടെ 7 വർഷം വികസനത്തിലെ നാഴികക്കല്ലുകളാണെന്നും അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണെന്നും ഷാഫി പറമ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം ഉണ്ടാക്കിയതിലപ്പുറം ഒന്നും ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. പേരാമ്പ്രയിൽ പലതും തറക്കല്ലിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. കേരളത്തിൽ UDF മന്ത്രിസഭ വന്നാൽ കൊടുവള്ളിക്കാരുടെ ശബ്ദമായി മാറാൻ PK ഫിറോസിന് കഴിയുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. അതായത് PK ഫിറോസിന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. ഫിറോസ് സഹോദരനാണ്, സഹപ്രവർത്തകനാണ്. നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിയട്ടെ എന്നും KT ജലീൽ രാജിവെക്കാൻ പോരാടിയ ആളാണ് ഫിറോസ് എന്നും കോൺഗ്രസ് മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഫിറോസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രവർത്തകരുടെ തലയ്ക്കടിച്ചതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ പോരാടിയ യുവാക്കൾ ആഗ്രഹിക്കുന്നത് PK ഫിറോസ് ജയിക്കണമെന്നാണ്. മറ്റാരുണ്ട് എന്നുള്ള LDF ബോർഡ് ആകെയുള്ള പ്രതീക്ഷയും ആശ്വാസവും ബോർഡാണ്. അത് കാണുമ്പോൾ ആളുകൾ UDFന് വോട്ട് ചെയ്യും. ഹർഷീനയുടെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. അവരെ ചേർത്ത് പിടിക്കാൻ സർക്കാരിന് മനസ്സില്ലായിരുന്നു. മറ്റാരുണ്ട് എന്ന ഈ ബോർഡ് വയ്ക്കുന്നതിന്റെ 10-1 ഹർഷീനയ്ക്ക് നൽകാമായിരുന്നു. 140 മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഐക്യജന
ജനാധിപത്യ മുന്നണിയാണ്. ചില ഡീലുകളൊക്കെ നടക്കുന്നുണ്ട്. സിറ്റിംഗ് MLA CC മുകുന്ദൻ BJPയിലേക്ക് പോയി, S രാജേന്ദ്രൻ BJPയിലേക്ക് പോയി, അജിത് വൈക്കം BJP സ്ഥാനാർത്ഥിയായി എന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. അതേസമയം കാരാട്ട് റസാഖിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് PK ഫിറോസ് പറഞ്ഞു. UDFൽ ഒരാൾ മുഖ്യമന്ത്രിയാകും. ആ മുഖ്യമന്ത്രിക്ക് ഒരു വീട്ടിൽ പോകുമ്പോൾ ചൂരക്കറി വെച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു നേതാവിന്റെ സ്ഥാനം പോകില്ല. മൈക്കിൽ സംസാരിക്കുമ്പോൾ അതിന് തകരാറ് വന്നാൽ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറാത്ത മുഖ്യമന്ത്രിയായിരിക്കും. പ്രസംഗം നന്നായി എന്ന് പറഞ്ഞാൽ അവതാരികയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയാകില്ല. 4 വോട്ടിന് വേണ്ടി ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രൈസ്തവരെയും തമ്മിൽ അടുപ്പിക്കില്ല. വർഗീയതയോട് നോ കോംപ്രമൈസ് ആയിരിക്കുമെന്നും PK ഫിറോസ് പറഞ്ഞു. അതേസമയം K സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP, നേതാക്കൾ പാർട്ടി ലൈനിൽ നിൽക്കണമെന്നും ഭരണം കിട്ടുമെന്നതിനാൽ അർഹതയും ആഗ്രഹവുമുള്ള കൂടുതൽ പേർ സ്ഥാനാർത്ഥികളാകാൻ വരുന്നത് സ്വാഭാവികമാണെന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നേതാക്കൾ പാർട്ടി ലൈനിൽ നിൽക്കണം. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രശ്നം കോൺഗ്രസിൽ മാത്രമല്ല, ഡൽഹിയിൽ നടക്കുന്നത് MPമാരെ കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, മറ്റു സീറ്റുകളിലേക്കുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. MPമാരിലേക്ക് വിഷയം കേന്ദ്രീകരിക്കേണ്ടതില്ല. PK ശശിയുടെ കാര്യത്തിൽ പാർട്ടി എടുക്കുന്നതാണ് തന്റെയും തീരുമാനം. CPM വിട്ടുവന്നവരെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രമേശ് പിഷാരടിയെ കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞു നോക്കാം. രമേശ് പിഷാരടി പാലക്കാടിന് യോജിച്ച വ്യക്തിയാണ്. പ്രതിസന്ധി കാലത്തും പാർട്ടിക്കൊപ്പം നിലകൊണ്ട കലാകാരനാണ് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതേസമയം പേരാവൂരിൽ ജയിക്കാൻ പോകുന്നത് ടീച്ചറല്ല വക്കീലാണെന്ന് ഷാഫി പറമ്പിൽ MP. പേരാവൂരിൽ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ജനങ്ങളുടെ തീരുമാനമാണ്, വ്യക്തിപരമായിട്ടൊന്നുമല്ല. ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ നടത്തുന്ന മത്സരത്തിന്റെ പ്രതീകമാണ്. വടകരയിൽ ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യം. ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് അത്രയും കൊള്ളാമെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. ഉണ്ടായാൽ വടകരയിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടി തിരിച്ചടി LDFിനുണ്ടാകും. ഞാനിപ്പോഴും പറയുന്നു, നത്തിങ് പേഴ്സണൽ, വ്യക്തിപരമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. വടകരയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. എന്തൊരു വർഗീയതയാണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ചിത്രം വെച്ച് കുറേ പോസ്റ്റുകൾ ഇട്ടു. കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്ന റിബേഷ് കറകളഞ്ഞ DYFIക്കാരനാണ്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷമാകുമ്പോൾ ആ പോസ്റ്റ് ഇട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളെ 25-ാം തീയതി 2:13 അത് പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് റിബേഷ് പോലീസിനോട് പറയുന്നില്ലെന്ന് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുമ്പോൾ തൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നെ വർഗീയവാദിയാക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ വടകരയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയും പാർട്ടിയിലെ തർക്കങ്ങളിലും സീറ്റ് വിഭജനത്തിലും വ്യക്തത വരുത്തി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരുന്നു. ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ അർഹതയും ആഗ്രഹവുമുള്ള കൂടുതൽ പേർ സ്ഥാനാർത്ഥികളാകാൻ വരുന്നത് സ്വാഭാവികമാണെന്നും ഇത് കോൺഗ്രസിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ MPമാരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ടതില്ലെന്നും എല്ലാ നേതാക്കളും പാർട്ടി നിശ്ചയിക്കുന്ന ലൈനിൽ തന്നെ നിലകൊള്ളണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു.